ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കുർത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. ഒരു 10 നിമിഷത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. നമുക്കാദ്യം സർക്കിൾ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ഡോട്ട്സ് കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഞാനിപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു സെമി സർക്കിൾ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഡോട്ട്സ് കൊടുക്കാം, അതല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന പോലെ മണ്ടാല ആർട്ടിന് ഉപയോഗിക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. പെർഫെക്ഷന് വേണ്ടി സ്ലോയിൽ കൊടുക്കുന്നതായിരിക്കും ഇതെപ്പോഴും നല്ലത്. അങ്ങനെ ഡോട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സെമി സർക്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇവിടെ 2-3 ഡോട്ട്സ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആദ്യം ഒരു എസ് ഷേപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ചെയ്തു വന്നപ്പോൾ അതൊന്നും കിട്ടിയില്ല. ഞാനിവിടെ എറേസർ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഫ്ലവർ വരയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ട്രേസിങ് പേപ്പറിൽ വരച്ച് പിന്നീട് അത് ഉപയോഗിച്ച് ക്ലോത്തിലേക്ക് വരച്ച് ഇങ്ങനെയുള്ള പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാം. നേരിട്ട് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ ഷെയ്ഡ് ചെയ്യുകയാണ്. ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്ലവർ ഷെയ്ഡ് ചെയ്യുന്നത്. പെറ്റൽസിൻ്റെ ഒരു ഭാഗം ഡാർക്ക് ബ്ലൂവും മറുഭാഗം ലൈറ്റ് ബ്ലൂവും കൊടുത്തിട്ട് ഷെയ്ഡിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ രണ്ടാമത്തെ ഫ്ലവറും ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ലീഫ് കൊടുക്കുകയാണ്. ഇതും റബ്ബർ വെച്ചിട്ടുണ്ടാക്കിയ ബ്ലോക്ക് ഉപയോഗിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു ഐഡിയയിൽ ഇതിനിടയ്ക്ക് ഡോട്ട്സും ലീഫും വെച്ച് ഈ ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാണ്. ലീഫിന് ഡബിൾ കോട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ.
ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഡോട്ട്സ് ലൈനായിട്ട് 3 ലൈൻ ഇതുപോലെ കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ ഡോട്ട് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഡാർക്ക് ബ്ലൂ ഡോട്ട്സ് ഫ്ലവറിൻ്റെ നടുക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട്. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് വലിയ ഡിസൈനുകളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ശ്രീ ആർട്സ്.